ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ വലസൗഫ യുഅതീക പിന്നീട് അങ്ങോർക്ക് നൽകും റബ്ബുക അങ്ങോരെ റബ്ബ് നൽകും. എവിടെ? സൗഫല്ല പറഞ്ഞത് ഫിൽ ആഖിറത്തി പരലോകത്ത് വെച്ച് നൽകും. എന്താണത്? മിനൽ ഖൈറാത്തി അതാഅൻ ജസീലാ ഖൈറാത്തിൽ നിന്ന് വണ്ണമായ നൽകൽ അല്ലാഹു നൽകും. അത് കിട്ടുമ്പോൾ ഫതർലാ അങ്ങോര് തൃപ്തിപ്പെടും. ദുന്യാവല്ലേ പ്രശ്നാക്കണ്ട, ആഖിറത്തിൽ എമ്പാടും തരും എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി കേൾക്കി, ഇനിയാണ് അളവറ്റ സ്നേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനോടുണ്ട് നമുക്ക് മനസ്സിലാകുക. ഈ സമയത്ത് എന്താ മുത്തുനബി പറഞ്ഞത്? ഇദല്ല അല്ലാഹ് വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, നീ എത്ര അത്താഉൻ ജസീൽ തന്നാലും എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ, വാഹിദ് നകിറ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടായിരിക്കെ നീ എത്ര തന്നാലും ഞാൻ തൃപ്തിയുള്ളവനാവൂല. മാഷാ അല്ലാഹ്. എന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു സ്നേഹം. ഈ വാഹിദും മിൻ ഉമ്മത്തി പറഞ്ഞില്ല, പിന്നാരല്ലേ, അതൊരു ഔലിയ വാപ്പൊന്നും അല്ല, വലിയ ആലിമൊന്നുമല്ല, വളരെ മോശപ്പെട്ട ആളായിട്ടല്ലേ നരകത്ത് കിടന്നത്. അപ്പൊ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ, ഒരൊറ്റ വ്യക്തി നരകത്തിലുണ്ടായിരിക്കെ നീ എത്ര തന്നാലും ലാ അല്ലാഹ് ഞാൻ തൃപ്തിപ്പെടില്ല. ആവൂ, ഇതല്ലേ നമ്മളെ അവലംബം, ഇതല്ലേ നമ്മളെ മുത്തുനബി, ഉമ്മത്തിന് വേണ്ടി ജീവിച്ച മുത്തുനബി. നാളെ ആഖിറത്തിൽ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ് ഓടി നടക്കുന്ന മുത്തുനബി. ഒന്ന് അല്ലാഹുവിൻ്റെ അടുത്തേക്ക്, ഒന്ന് അർശിങ്കലിലേക്ക്, നരകത്തിലേക്ക് മോചിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിൽ കൊണ്ടാക്കുന്നു. എന്തെല്ലാം ഓടി നടക്കുന്നു, ഒരൊറ്റ വിഷയം, ഉമ്മത്തി ഉമ്മത്തി. അപ്പോൾ നമ്മൾ എന്ത് വേണം? യാ നബി, യാ നബി, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് ഉരുവിട്ടുകൊണ്ടിരിക്കണം. അൽ വാസിതത്തുൽ ഉൽമയായ അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് വാസിതയായ നബിയോട് നാമും സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇത്രയും അളവറ്റ സ്നേഹം നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മൾ മറക്കുകയാണല്ലോ. അപ്പം ഇനി എന്ത് വേണം? 100% എങ്ങനെയാണോ ഹബീബ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് അങ്ങനെ ജീവിക്കണം. തിരുച്ചര്യയോട് ഒട്ടിപ്പിടിച്ച് അത് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും എഴുത്തിലും എന്താണോ തിരുചര്യ നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ച് ആ നിലക്ക് മുന്നോട്ട് പോവാൻ ഒരു പ്രതിജ്ഞ നമ്മൾ ഈ റബീഉൽ അവ്വലെങ്കിലും എപ്പോഴും എടുക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ ഹബീബിന് ഓർമ്മ വരുമല്ലോ, തിരുചര്യ ഓർമ്മ വരുമല്ലോ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.